ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും ദാൽക്കറിയാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പൂരിയും ദാൽക്കറിയും. ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ റെസിപ്പി കാണിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. ഭയങ്കര സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദാലാണ്. ആ ദാലിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് പൂരി അല്ലെങ്കിൽ ചപ്പാത്തി ആയാലും മതി. അപ്പോൾ ദാൽ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചു. പിന്നെ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂരിക്കുള്ള മാവാണെങ്കിൽ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഉരുട്ടിയെടുക്കുവാണ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഞാൻ ഉണ്ടാക്കിയ പൂരിയൊന്നും നന്നായിട്ട് പൊങ്ങിയൊന്നും വന്നിട്ടില്ല. സാധാരണ നന്നായിട്ട് പൊങ്ങി കോമളിച്ചൊക്കെ വരാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സക്സസ് ആകണമെന്നില്ലല്ലോ. അപ്പം ഞങ്ങളുടെ പൂരിയും ദാൽക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഖമൻ ഡോക്ലയാണ് ഉണ്ടാക്കുന്നത്. ഖമൻ ഡോക്ലയെ പറ്റി അറിയാത്തവർക്കായിട്ട് ഇതൊരു ഗുജറാത്തി രാജസ്ഥാനി ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കണം. 10 മിനിറ്റിന് ശേഷമാണെങ്കിൽ ഇതിലേക്കാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കാണെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഓയിൽ. ഏതെങ്കിലും മണമില്ലാത്ത ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കാണെങ്കിൽ ഇനോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ലാസ്റ്റിലാണ് ഇനോ ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 ടീസ്പൂൺ ഇനോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനെ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്കാണെങ്കിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലാണെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഡോക്ലയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റാണ്. ഇനി ഇതിന് കുറച്ച് മിനുക്ക് പണികൾ കൂടെ ബാക്കിയുണ്ട്. ഒരു പാനിലേക്കാണെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ചൂടോടുകൂടി തന്നെ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണേ. ഇത് ഒഴിക്കുന്നതോടുകൂടി ഈ ഒരു സാധനമാണ് ഇതിനെ വെള്ളത്തെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത്. ഇതാണെങ്കിൽ മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം മമ്മിക്ക് തന്നെ കൊടുക്കാം. പിന്നെ എൻ്റെ നോർത്ത് ഇന്ത്യൻ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതും എൻ്റെ ഈ മദർ ഇൻ ലോ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മി അടിപൊളിയാന്ന് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലൊന്നും ഇല്ല. അപ്പം ഞാനും കഴിച്ചു. അപ്പോൾ മമ്മിയാണെങ്കിൽ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ മമ്മിയുടെ അലമാരി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാം എടുത്ത് പുറത്ത് ചാടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോയാൽ മമ്മിയുടെ അലമാരി തപ്പിയാൽ മതി, അവിടെ കിട്ട്. മമ്മി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് മറന്നു പോകുന്നതാണ്. അപ്പോൾ അതിനിടയിൽ മമ്മി കുറച്ച് ഓമയ്ക്കൊക്കെ ചെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പറമ്പിലെ തന്നെയാണ്. അങ്ങനെ മമ്മിയുടെ അലമാരിയില്ല എന്നെ അടിപൊളിയായിട്ട് ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന്.